എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നോക്കുവാൻ പോകുന്നത് അമേരിക്കൻ പ്രസിഡൻറ്റിനെ പറ്റിയാണ്. അപ്പോൾ ലഭ്യമായ ഒരു ഡോക്യുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ അമേരിക്കൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് പ്രസിഡൻഷ്യൽ രീതിയിലുള്ള ഭരണനിർവഹണ സമിതി എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അമേരിക്കൻ ഐക്യനാടുകളിലെ കാര്യനിർവഹണ സമിതിയുടെ തലവനായിട്ടാണ് അമേരിക്കൻ പ്രസിഡൻ്റ് അറിയപ്പെടുന്നത്. ഇപ്പോൾ കാര്യനിർവഹണ സമിതിയുടെ തലവൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് നിരവധിയായ കാര്യനിർവഹണ അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. അതായത് ഫിലാഡൽഫിയ സമ്മേളനത്തെയൊക്കെ പറ്റി പറയുകയാണെങ്കിൽ ആ ഫിലാഡൽഫിയ സമ്മേളനത്തിൽ പ്രസിഡൻറ്റിന് പരിഗണനീയമായ കാര്യനിർവഹണ അധികാരങ്ങളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പരിഗണനീയമായ ധാരാളം കാര്യനിർവഹണാധികാരങ്ങളെല്ലാം തന്നെ അമേരിക്കൻ പ്രസിഡൻറ്റിന് ഉണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ അധികാരങ്ങളെല്ലാം തന്നെ ചെക്സ് ആൻഡ് ബാലൻസ് അഥവാ ബാലൻസ് ഓഫ് പവർ അഥവാ നിയന്ത്രണ സന്തുലന സംവിധാനത്തിന് വിധേയമാണ്. മാത്രമല്ല അമേരിക്കൻ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയിലെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെയുള്ള ഒരു ഇലക്ട്രൽ കോളേജാണ്. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് ഇതിലെ അംഗങ്ങൾ എന്ന് നോക്കിയാൽ ഓരോ സ്റ്റേറ്റിലെയും നിയമനിർമ്മാണ സഭ അനുശാസിക്കുന്നതനുസരിച്ചിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഭരണഘടന വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇലക്ട്രൽ കോളേജാണ്, അതായത് ഒരു തിരഞ്ഞെടുപ്പ് സമിതിയാണ് അമേരിക്കൻ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. കൂടാതെ ഓരോ സ്റ്റേറ്റിലെയും നിയമനിർമ്മാണ സഭ അനുശാസിക്കുന്നതനുസരിച്ചിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ് അമേരിക്കൻ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് അമേരിക്കൻ ഭരണഘടനയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് അമേരിക്കൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് പോലും സ്റ്റേറ്റിൻ്റെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെയും അധികാരങ്ങൾ ഒന്നിച്ചു ചേർന്ന ഭരണനിർവഹണ സമിതിയാണ്. അതായത് അമേരിക്കൻ പ്രസിഡൻറ്റിന് ഭരണഘടനയോട് മാത്രമല്ല അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളോടും അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും, അതായത് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കി ഓരോ സ്റ്റേറ്റിലെയും നിയമനിർമ്മാണ സഭ അനുശാസിക്കുന്നതനുസരിച്ചിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഭരണഘടന വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രകാരം ഓരോ സ്റ്റേറ്റിലും തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ എണ്ണം പ്രതിനിധി സഭയിലേക്കും അതുപോലെ തന്നെ സെനറ്റിലേക്കും ആ സ്റ്റേറ്റിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ എണ്ണത്തിന് തുല്യമായിരിക്കണം. മാത്രവുമല്ല തിരഞ്ഞെടുപ്പ് സമിതിയിലേക്കുള്ള അംഗങ്ങളുടെ എണ്ണവും അതുപോലെ തന്നെ കോൺഗ്രസ്സിലെ പ്രതിനിധികളുടെ എണ്ണവും ഓരോ സ്റ്റേറ്റിനും തുല്യമായിരിക്കുകയും ചെയ്യണം. അപ്പോൾ ഇത് പ്രകാരം സമിതിയിലെ അംഗങ്ങൾ അവരവരുടെ സ്റ്റേറ്റിൽ നിന്നും ബാലറ്റ് വഴി പ്രസിഡൻറ്റിനെയും അതായത് പ്രസിഡൻറ്റിനും അതുപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റിനും വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം അതിനുശേഷം ബാലറ്റുകളെല്ലാം തന്നെ സീൽ ചെയ്തിട്ട് അത് സെനറ്റിലെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് അയക്കുകയും തുടർന്ന് അദ്ദേഹം ഫലം പ്രഖ്യാപിക്കുന്ന ദിവസം ഇരു സഭകളുടെയും മുമ്പാകെ, അതായത് ഇരു സഭകളുടെയും സാന്നിധ്യത്തിൽ വോട്ടെണ്ണി അമേരിക്കൻ പ്രസിഡൻറ്റിനെ, അതായത് നെക്സ്റ്റ് അമേരിക്കൻ പ്രസിഡൻ്റായ വ്യക്തിയെ, അതായത് വിജയിച്ച വ്യക്തി ആരാണോ എന്ന ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് സമിതിയിലെ സമ്മതിദായകർ തങ്ങളെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ സമ്മതിദാനത്തിന് അനുസൃതമായിട്ടാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവർ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന രീതിയെപ്പറ്റി പറയുകയാണെങ്കിൽ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കാൻ നിശ്ചയിക്കപ്പെടുന്ന തീയതിക്ക് മുമ്പ് ഓരോ പാർട്ടിയും ദേശീയ സമ്മേളനം നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് തിരഞ്ഞെടുക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ ജനങ്ങൾ സമിതിയിലെ സമുദായർക്ക് വേണ്ടിയിട്ട് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 4 വർഷമാണ്.
അതായത് അമേരിക്കൻ ഐക്യനാടുകളുടെ കാര്യനിർവഹണ സമിതിയുടെ തലവനായിട്ടാണ് പ്രസിഡന്റ് അറിയപ്പെടുന്നത്. അതുപോലെ 4 വർഷത്തെ കാലാവധിയിലേക്കാണ് അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. മാത്രമല്ല ഇങ്ങനെ ഒരു വ്യക്തിക്ക് അമേരിക്കയിൽ 2 തവണ മാത്രമേ പ്രസിഡൻ്റായിട്ട് തുടരാൻ സാധിക്കുകയുള്ളൂ. അതായത് 1957 അതായത് 1957 ഫെബ്രുവരി 26 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഒരു വ്യക്തിക്ക് 2 തവണ മാത്രമേ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അമേരിക്കൻ പ്രസിഡൻറ്റിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരിക്കും ബൈ.